ആദ്യം ശ്രീ CK ശാക്രി, എന്താണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിനെക്കുറിച്ച്? രണ്ടുപേരെ നിയമിക്കണമല്ലോ കേന്ദ്ര നിയമം അനുസരിച്ച്, കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച്. നിങ്ങളുടെ യഥാർത്ഥ നിലപാട് എന്താണ്? അമുസ്ലിം അംഗങ്ങൾ ആകാമോ ആകാൻ പാടില്ലയോ? ഇങ്ങനൊരു ചർച്ച സുപ്രീം കോടതിയിൽ എത്തിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് വന്ന ശേഷം PM ശ്രീയുമായി ബന്ധപ്പെട്ട്, പിന്നെ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ തെറ്റിദ്ധാരണകൾ പരത്തിയിരുന്നു. ഇത്തരം ഭൂതങ്ങളെയൊക്കെ തുറന്നു വിട്ടത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. എന്നിട്ട് അവർ ഇത് തന്ത്രപൂർവ്വം എല്ലാം UDF സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ വഖഫുമായി ബന്ധപ്പെട്ട പരാതിക്ക് പോയിട്ടുള്ളത് 4 പേരാണ്. പക്ഷേ ഒരാളെ മാത്രമാണ്, ഷോൺ ജോർജിനെ മാത്രമാണ് പലരും വെളിയിൽ പറയുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ 4 പേര് കോടതിയിൽ പോയി, ഹൈക്കോടതി ഒരു തീരുമാനം പറഞ്ഞു. അതിന് പുറത്ത് പിന്നെ വഖഫ് ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ ഒരു അംഗവും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അത് പിന്നെ ഹൈക്കോടതിയോട് തന്നെ അത് തീർപ്പാക്കി കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ന് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ വഖഫ് മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിയമം അറിയുന്നവർ അത് പരിശോധിച്ചാൽ ഈ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യമാകും. ഈ പുതിയ പിന്നെ 1995 വഖഫ് നിയമം ഇപ്പോൾ 2025 ഭേദഗതി ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 14ാമത്തെ വകുപ്പ് അനുസരിച്ച് 2 പേരെ അമുസ്ലിങ്ങളെ നിശ്ചയിക്കേണ്ടതുണ്ട്. അതിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലും തെരുവിലുമൊക്കെ പോരാടി പാർലമെൻറ്റിൽ ആ ബില്ല് നിയമമായി. അപ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ അന്തിമ വിധിക്കായി കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ മെയ് 18-ാം തീയതിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വഖഫിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എന്നാൽ കോടതിയിൽ 4 പേര് നേരത്തെ LDF സർക്കാർ അവരുടെ അവസാന സമയത്ത് പുതിയ വഖഫ് ബോർഡ് കൊണ്ടുവന്നപ്പോൾ ആ കൊണ്ടുവന്നതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്, ഗസറ്റിൽ പുതിയ നിയമപ്രകാരമാണ് വഖഫിലെ പിന്നെ ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 പേരെ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പും മറ്റുമായി ബന്ധപ്പെട്ട് നോൺ മുസ്ലിമുകളെ പിന്നീട് നിയമിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് രേഖകൾ കൃത്യമാണ്. പക്ഷേ നിയമിച്ചിട്ടില്ല. നിയമിക്കാതിരിക്കാനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്തിട്ട് അഫിഡവിറ്റ് ഉണ്ട്. ഈ LDF സർക്കാർ നിയമിച്ചിട്ടുള്ള ഉമർ ഫൈസി ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നത് 2 പേരെ നിയമിക്കാൻ നേരത്തെ റെഡിയായിരുന്നു. സർക്കാരിന്റെ നിലപാടും സുപ്രീം കോടതി. അതെ കേൾക്കൂ, നിങ്ങൾ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ, കാരണം LDF ആളുകളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളും മുസ്ലിം സമുദായത്തിലെ കമ്മ്യൂണിസ്റ്റത്തോട് യോജിച്ച് നിൽക്കുന്ന ആളുകളും ഇത് UDF ചെയ്തിട്ടുള്ള എന്താ പാതകമായി കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ വഖഫ് ബോർഡിലെ ഈ ചെയർമാനും ഒരംഗത്തിനും, ഉമർ ഫൈസി മുക്കമാണല്ലോ ഒരു അംഗം, പിന്നെ ചെയർമാൻ ഹംസ, ഇവർക്ക് 2 പേർക്കും സുപ്രീം കോടതിയിൽ ഈ നിലപാടല്ലേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. സർക്കാരിന് ഈ നിലപാടാണ് സ്വീകരിക്കാൻ പറ്റുന്നതെങ്കിൽ അവർക്കും ആ നിലപാടേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. സർക്കാരിനോട് 2 പേരും ഒരേ നിലപാടാണ് സ്വീകരിച്ച അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാം എന്നുള്ളതാണ്. അത് LDF-ന്റെയും UDF-ന്റെയും പൊതുവേദികളിലുള്ള നിലപാടിന്, അല്ലെങ്കിൽ 2 പേരുടെ നിലപാടിന് വിരുദ്ധവുമാണ്. പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ സുപ്രീം കോടതിയെ അറിയിക്കേണ്ടി വന്നു 2 പേർക്കും. അതൊന്ന് സമ്മതിക്കുക, പരസ്പരം ആരോപണം ഉന്നയിക്കാതെ. അല്ല, അങ്ങനല്ല, നിങ്ങൾ ഇടയെന്ന് കയറി പിടിക്കില്ല മഞ്ജുഷേ. അതായത് ഇത് കേസിന് പോകുന്നത് മുസ്ലിം ലീഗോ UDF സർക്കാരോ അല്ല. വഖഫ് വിഷയത്തിൽ നിലവിലെ ഗവൺമെൻറ് ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ല, മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. എന്നാൽ ഹൈക്കോടതി സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ സർക്കാർ പറയുന്നുണ്ട്, ഇത് ഈ നോൺ മുസ്ലിംകളുടെ 2 ആളുകളുടെ നിയമനം മാത്രമല്ല, മുത്തവല്ലി നിയമനത്തിൽ പ്രശ്നമുണ്ട്, പണ്ഡിതൻ്റെ പൂളിൽ വെച്ചിട്ടുള്ള നിയമം പ്രശ്നമുണ്ട്, സെക്രട്ടറി തലത്തിൽ വെച്ചത് പ്രശ്നമുണ്ട്. ഇതൊന്നും CPM ഗവൺമെൻറ് തിരക്ക് കൂട്ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ്. അതെല്ലാം പ്രശ്നമാണ്. അത് ഷോൺ ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മറ്റു 3 പേര് കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കുഴപ്പമാണെന്നുള്ള ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ 3 പേരെന്ന് പറഞ്ഞു, ഷോൺ ജോർജിനെ കൂടാതെ 3 പേർ ഹർജിയുമായിട്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് സമാനമാണ് അവരുടെ എല്ലാം ആവശ്യം. വഖഫ് ബോർഡിലെ അംഗങ്ങളുടെ നിയമനത്തെ ചോദ്യം ചെയ്തുള്ളതാണ്. ഇപ്പോൾ സ്റ്റാലിൻ ദേവൻ കൊടുത്ത ഹർജിയിൽ മുഴുവൻ അംഗങ്ങളുടെയും കാര്യത്തിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാത്തതിനെയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ 3 ഹർജികളും അല്ലെങ്കിൽ 4 ഹർജികളിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്ന ഒറ്റ നിലപാടാണല്ലോ. സെക്ഷൻ 14 അനുസരിച്ച് നിയമനം നടത്താം, അതായത് അമുസ്ലിം അംഗങ്ങളും അതിൽ വരുമല്ലോ, അതല്ലേ നിലപാട്. ഒന്നൊരു വ്യക്തമാക്കേണ്ട മനുഷ്യർ, അതെ, നിങ്ങൾ ഈ 2 നോൺ മുസ്ലിംസിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് ഇവിടെ വിവാദമാക്കാൻ ശ്രമം. ഞാൻ പറയുന്നത് കേരളത്തിലെ പുതിയ UDF സർക്കാർ വഖഫുമായി ബന്ധപ്പെട്ട് 4 പേര് ഹൈക്കോടതിയിൽ നിലവിലെ വഖഫ് ബോർഡിന്, അതായത് LDF സർക്കാർ നിയമിച്ചിട്ടുള്ള പുതിയ നിയമപ്രകാരം നിയമിച്ചിട്ടുള്ള വഖഫ് ബോർഡിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് 4 പേര് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിൽ ഷോൺ ജോർജ് മാത്രമാണ് നോൺ മുസ്ലിംകളുടെ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. മറ്റു 3 പേരും പറഞ്ഞിട്ടുള്ളത് ഈ കേരള ഹൈക്കോടതി പുതിയ നിയമം അനുസരിച്ച് കേരള ഗവൺമെൻറ് പുതിയ നിയമപ്രകാരം ഈ വഖഫ് ബോർഡ് സ്ഥാപിക്കുകയാണെങ്കിൽ സർവേ നടത്തേണ്ടതുണ്ട്. സർവേ നടത്തിയിട്ടില്ല.
മുത്തവല്ലിമാരെ വെക്കേണ്ടത് മുത്തവല്ലി കാറ്റഗറിയിൽ നിന്ന് അവിടെ അങ്ങനെ നിയമിച്ചിട്ടില്ല. പണ്ഡിതരെ വെക്കേണ്ടത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു LLB ബിരുദധാരിയാണെന്നാണ്. അങ്ങനെയുള്ള സംഭവം ഒരുപാട് ശരിയാണ്. ഉൾപ്പെടെ പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് നിയമം നോക്കുമ്പോൾ ഈ സെക്ഷൻ 14 അനുസരിച്ച് നിയമനം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ മുസ്ലിം അംഗങ്ങളെ നിയമിക്കേണ്ടി വരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യം കോടതിയിലേക്ക് കൊണ്ടുപോയത് ആരാണ്? മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ്, ഒരു മുൻ മലപ്പുറത്തെ ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അഷ്റഫോ എന്തോ അങ്ങനെ ഒരു ആളാണ്. അദ്ദേഹമാണ് ആദ്യം ഇത് കോടതിയിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ആവശ്യവും സമാനമായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ച ആളുകളിൽ. അതായത് നിലവിലെ വഖഫ് ബോർഡ് പറ്റുകയില്ല, പുതിയ അംഗങ്ങളെ പുതിയ ബോർഡ് രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോഴും സെക്ഷൻ 14 അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുറന്നു പറയാൻ എന്താണ് മടി? ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്, അമുസ്ലിം അംഗങ്ങളെയും നിയമിക്കേണ്ടി വരും. അങ്ങനെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കേന്ദ്ര നിയമം അനുസരിക്കുന്നു എന്ന് പറയാനുള്ള മടി കൊണ്ടാണോ അത്? അല്ല, കേന്ദ്രം ഒരു നിയമം പാസ്സാക്കി രാജ്യത്ത് എല്ലാവരും അനുസരിക്കേണ്ടേ? അത്രേ ഉള്ളൂ. തർക്കം എന്താണ്? പക്ഷേ മന്ത്രി അത് പറയുന്നില്ല. ഞാൻ പറയട്ടെ, മന്ത്രി അത് സമ്മതിക്കുന്നില്ല. മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലല്ല, കേന്ദ്ര നിയമത്തെ പറ്റി മന്ത്രി പറയുന്നില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ എന്ത് നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് പറയുക? നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ള വിവാദങ്ങൾ യഥാർത്ഥ പോയിന്റ് മനസ്സിലാക്കാതെയാണ്. വ്യക്തമായി അല്ലല്ല, യഥാർത്ഥ പോയിന്റ് ഒന്നുമല്ല, യഥാർത്ഥ പോയിന്റ് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഇന്ന് സുപ്രീം ഇപ്പൊ ഇദ്ദേഹം ഇവിടെ സംസാരിക്കുന്നതിന് ശേഷം ഇദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? നിങ്ങൾ ചോദിക്കും. സ്റ്റാലിൻ ദേവൻ ഞാൻ പറയട്ടെ, ഇപ്പോൾ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിനെതിരെ നിയമിക്കാത്തതിനെതിരെ മാത്രമായിരുന്നു ഷോണിന്റെ ഹർജി. മറ്റു ഹർജികൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി താങ്കളുടെ ഹർജിയായിരുന്നു, ശ്രീ സ്റ്റാലിൻ ദേവന്റെ ഹർജി. അതിനകത്ത് ശരിയാണ്, ഈ വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയിൽ വന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലേ, അത് നിയമപരമല്ല, പുതിയ കേന്ദ്ര നിയമം അനുസരിച്ചല്ല എന്നായിരുന്നു. പക്ഷെ അവിടെയും ഈ അമുസ്ലിങ്ങളുടെ കാര്യം വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.